ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വെച്ചാൽ എനിക്ക് ഇപ്പോൾ 30,500 എനിക്ക് ആയി. പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഇതെങ്ങനെയാണ് ഞാൻ 5 മാസം 6 മാസം കൊണ്ട് ഞാൻ എങ്ങനെയാണ് 6 മാസമായി 6 മാസം കൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കിയെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ ഇനി ഞാൻ വളരെ എല്ലാവരും വിചാരിക്കും ഇത് വേഗമായി എന്ന് പറഞ്ഞാൽ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എല്ലാ കാര്യത്തിലും എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്കൊരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ചെയ്തു തരാൻ വെച്ചിട്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം തന്നെയാണ് ഇതെന്ന് വെച്ചാൽ നിങ്ങൾ എന്നാ വേണ്ടത് വെച്ചാൽ എല്ലാവരും വീഡിയോയും കാണുക, എല്ലാവരുടെ അടുത്ത് പോയിട്ട് സബ് ചെയ്യുക, ചോദിച്ചിട്ട് വാങ്ങില്ല. നമ്മൾ അങ്ങോട്ട് കൊടുക്കുക, അങ്ങോട്ട് കൊടുത്തിട്ടാകുമ്പോൾ ഇവർ തിരിച്ച് തരുമെന്ന് നമ്മൾ കമൻറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ച് തരും. അവർ തിരിച്ചു തരുന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ആയാലും അവരെ തിരിച്ചു തരും. ഇതെല്ലാവർക്കും എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ നല്ല നല്ല വീഡിയോ ഇടാം. ഞാൻ ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ തുടങ്ങി എനിക്കൊന്നുമില്ല, ചെറിയ വ്യൂസ് ചെയ്യുള്ളൂ. ഒരാഴ്ച 2 ആഴ്ചത്തെ 3 മാസത്തെ 2 ആഴ്ച 3 ആഴ്ച ആയിട്ട് 100 സബ് ആയിട്ടില്ല. അങ്ങനെ ആയി. ഞാൻ പിന്നെ ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും തിരുവാട് കിട്ടുന്നു. വലിയ വീഡിയോ ഇട്ടു, നല്ല നല്ല വീഡിയോ ഇട്ടു. പിന്നെ അവർക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വീഡിയോ ഇട്ട് കൊടുക്കും. കുറച്ച് ആൾക്കാർ കൂടുന്നുണ്ട്. ആൾക്കാർ കൂടുമ്പോൾ അവർ സബ് ചെയ്യും. അങ്ങനെ വന്ന് നമ്മൾ കമൻറ്റ് ഇട്ടിട്ടാകുമ്പോൾ അവർ കമൻറ്റ് ഇട്ടാൽ അവരെ വീഡിയോയിലേക്ക് ഞാനും പോയിട്ട് ആ കമൻറ്റിലൂടെ പോയിട്ട് അവർക്ക് അവരെ വീഡിയോ കാണും. വീഡിയോ എടുത്ത് സബ് ചെയ്യേണ്ടവർക്കാണ് സബ് ചെയ്ത് കൊടുത്ത്, നമ്മൾ അറിയാത്തവരാകുമ്പോൾ സബ് ചെയ്ത് കൊടുത്ത് നമുക്ക് നാളെ തിരിച്ച് കൂട്ടാക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ച് വരും. തിരിച്ച് വരാത്തവരുണ്ട്, അത് നമ്മൾ കണക്കിലെടുക്കണ്ട. നമ്മൾ അങ്ങോട്ട് ചെയ്യുക. ഈ യൂട്യൂബിലൊന്ന് കാണുന്നിട്ട് നമ്മൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ കാണുക. അതിൻ്റെ അകത്തൊരു കമൻറ്റ് ഇട്ട് നമ്മളിങ്ങനെ നമ്മളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. മറ്റിതിപ്പോൾ ആർക്കും മനസ്സിലാവില്ല ഇത് ഏതാ ചാനൽ എന്താ ചാനലെന്ന്. നമുക്ക് വന്നിട്ട് ഇപ്പോൾ നമ്മൾ വീഡിയോ കാണിക്കും, നമുക്ക് സബ് ചെയ്തിട്ട് തിരിച്ച് അങ്ങോട്ടും ചെയ്ത് ഇങ്ങോട്ടും ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലേ നമുക്ക് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുള്ളൂ. പക്ഷേ എല്ലാവരും വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ തിരിച്ചു വിടും, എല്ലാവരും നമുക്ക് തന്നാലും മതി. എല്ലാവരും വിചാരം എന്ന് വെച്ചാൽ എനിക്ക് സബ് മാത്രമേ ഉള്ളൂ. സബ്ബേ കൊണ്ടു വെച്ചാൽ എല്ലാവരും വന്നിട്ട് സബ് തരുമോ ചോദിക്കും. പക്ഷേ സബ് തന്നിട്ട് കാര്യം, സബ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സബും വേണം, വ്യൂസും വേണം, വാച്ചവർ കിട്ടണം, ഇതെല്ലാം വേണം. അതിന് വേണ്ടി പിന്നെ ഞാൻ അങ്ങനെ നമ്മൾ നല്ലൊരു വീഡിയോ ഇട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ മരുന്നുകളും പച്ചക്കറിയാണ് ഞാൻ കൃഷിയാണ് ഞാൻ കാണിച്ചു വെക്കുന്നത്. എല്ലാ കൃഷിയും ഞാൻ കാണിച്ചു വെക്കും. കുറേശ്ശെ കൃഷി നല്ല നല്ല രീതിയിൽ ഞാൻ കൃഷിയും അതിനെ പറ്റിയുള്ള അതിന് ചെയ്യുന്ന പരിചരണങ്ങളും ഇതെല്ലാം കൂടി ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് പിന്നെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ വീഡിയോ അത് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ എന്ന് അവർക്ക് തോന്നി. അവരും അത് ചെയ്ത് നോക്കുമ്പോൾ അവർക്കത് വിഷമമില്ലാന്ന് തോന്നി. അതുകൊണ്ട് അവർ പിന്നെ ഇങ്ങനെ കാണിക്കാൻ അവർ ഇങ്ങനെയെല്ലാം ഇഷ്ടപ്പെട്ട് വീഡിയോ കാണാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും കൂടി കാണിച്ച് കുറച്ച് ആൾക്കാരെ കൂടാൻ തുടങ്ങി. പിന്നെ സബും കുറച്ച് കൂടാൻ ഞാൻ ഇതന്നെ എല്ലാവരുടെ അടുത്തും ഞാൻ പോകും. എല്ലാവരുമായിട്ട് ഞാൻ പിന്നെ ബന്ധപ്പെടും. ആരുമായിരുന്നാലും എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നതെന്ന് വെച്ചാൽ അവരെന്നെ അറിയാൻ തുടങ്ങി. എല്ലാവരും പിന്നെ അന്നേരം തിരിച്ചെൻ്റെ ചാനലിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എല്ലാം നമുക്ക് ഒന്നിച്ചിന് വരണം എന്ന് വെച്ചിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും ബന്ധപ്പെടുക, എല്ലാവരുടെ അടുത്തും പോകുക, അങ്ങോട്ട് പോയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രമേ നമുക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തെന്നായാലും വേണ്ടി എനിക്ക് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി ചെയ്യുക എന്ന് വെച്ചാൽ ഓരോരാൾക്കും അങ്ങോട്ട് പോകും. ആരെങ്കിലും ഒരാൾ നമുക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അതിൽ കമൻറ്റ് കമൻറ്റ് ഇട്ടിട്ട് ഞാൻ പോയാൽ ഒരു ലോങ് വീഡിയോ കണ്ട് 2-3 ഷോർട്ടും കണ്ടിട്ട് 3 ഞാൻ ഇട്ടിട്ടും വരും. അന്നേരം ഞാൻ പോയി കഴിഞ്ഞാൽ അപ്പാടിനെ അവരെ 1-2 ഇപ്പുറം വന്നിട്ട് ആരെയും കണ്ടു വരും. എന്നാലും സാരമില്ല, നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല. അങ്ങനെ ആയിട്ട് എനിക്ക് വാച്ചവർ കൂടാൻ തുടങ്ങി. പിന്നെ എനിക്കൊരു വീഡിയോ ഒരു ഉലുവ കൊണ്ടുള്ളൊരു മരുന്നുണ്ടാക്കി തക്കാളിക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മരുന്നുണ്ടാക്കി തക്കാളിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഉലുവേനെ കൊണ്ട് ഞാനാക്കി. ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിൽ 65K ആയി. 65K ആയതിനു ശേഷം അതിൻ്റെ തന്നെ 2000 വാച്ചവറും 2000 ഇഷ്ടപ്പെട്ടവർ അവർ പിന്നെ സബ് ചെയ്യാൻ തുടങ്ങും. ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ അപ്പാടത് ചെയ്യും. അങ്ങനെ അവർ 2000 വാച്ചവറും 4000 വാച്ചവറും കൂടി ആയി. ആ വീഡിയോ കാണുമ്പോഴേക്ക് തന്നെ 1.5 മാസം ആകുമ്പോഴേക്കന്നെ 4000 വാച്ചവർ എനിക്ക് ആയി. അതിന് ശേഷമാണ് പിന്നെ ഒക്ടോബർ 20 ഞാൻ തുടങ്ങിയിട്ട് ഒക്ടോബറിൽ 20 ഞാൻ തുടങ്ങി. നവംബർ ഡിസംബർ 20 ഇടയ്ക്ക് നമുക്ക് മോണിറ്റേഷൻ ആവേണ്ട വട്ടായി. ഒക്ടോബർ 25 ആകുമ്പോഴേക്കും നമുക്ക് 20-25 ആകുമ്പോഴേക്ക് നമുക്ക് മോണിറ്റേഷനായി. പിന്നെ ഡിസംബറും കഴിഞ്ഞു, ജനുവരിയും കഴിഞ്ഞു. ഒക്ടോബർ നവംബർ ഡിസംബർ ആകുമ്പോഴേക്ക് എനിക്ക് പിന്നെ ഡിസംബർ 20 ആകുമ്പോഴേക്ക് 2 മാസം ആകുമ്പോഴേക്ക് എനിക്ക് മോട്ടിവേഷനായി കിട്ടി. 20-25 ആകുമ്പോഴേക്ക് തന്നെ എനിക്ക് കിട്ടി. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ വീഡിയോ പിന്നെ ഞാനിങ്ങനെ നോക്കിയത്.
പിന്നെ അങ്ങനെ എല്ലാം കൂടി നമുക്ക് പിന്നെ ഞാൻ എന്ത് ചെയ്യും വെച്ചാൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അവർക്ക് തോന്നും ഇതെന്തായാലും പിന്നെ അമ്മ ഞാൻ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് തിരിച്ചു വിടുന്നത് ഞാൻ എല്ലാവരും വന്നവരെടുത്താലും ചാനലിൽ പോയി കാണലും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യലുണ്ട്. അതുകൊണ്ട് പിന്നെ എല്ലാവരും തിരിച്ചു വരികയും ചെയ്യും. അതുകൊണ്ട് ഞാനിങ്ങനെ വിചാരിച്ചു ഏതായിരുന്നാലും പിന്നെ അങ്ങനെയാണ് ഞാൻ ഓരോരാളടുത്തും പോയിട്ട് ബന്ധപ്പെട്ട് അവരിങ്ങോട്ടും ബന്ധപ്പെടും. അവർക്ക് അങ്ങോട്ട് നമ്മൾ വീഡിയോ കാണലും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ ഓരോരാളും തിരിച്ചു വരാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് കുറച്ച് ആൾക്കാരെ കിട്ടിയത്. അങ്ങനെ ആൾക്കാരെ കിട്ടി അങ്ങനെയാണ് ഞാൻ പിന്നെ എനിക്ക് സബ് 4000 സബ്ബുമായി, അല്ല 2000 സബ്ബായി. പിന്നെ അവിടുന്ന് പിന്നെ എല്ലാം കൂടി ആയി കിട്ടിയത്. പിന്നെ ഞാനെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഞാനിപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ എല്ലാവരും പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഇപ്പം അറിയുന്ന പുതുക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ഞാൻ ഇത്രയും ഇത് ഇത്ര മാസം കൊണ്ട് 6 മാസം കൊണ്ടാണ് ഞാൻ ഇത്രയും 30K ആക്കി തീർത്തത് എന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്തും നമ്മൾ ഉറപ്പ് ചെയ്യണം. ഞാൻ രാത്രി തേച്ച് എല്ലാവരുടെ വീഡിയോ കണ്ട് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവരുടെ അടുത്തും മുന്നിൽ പോവുകയും ചെയ്ത് ലൈവിലും പോയി ഓരോ സ്ഥലത്തും പോകുമ്പോൾ കുറച്ച് സബ്ബും കിട്ടും നമുക്ക്. നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരും വീഡിയോ കാണാൻ വരും, നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരും. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോന് ഇങ്ങനെ ഇത്ര വരെ എത്തിച്ചത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ഒരു സബ്ബിൽ കൂടി മാത്രം നിങ്ങൾ തിരിച്ച് ഒതുങ്ങാതെ ഉണ്ട്. ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോരാളോട് ഞാൻ പറയും ഈ ഓരോ സബ്ബ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ബാക്കിയുള്ള വീഡിയോ കാണേണ്ടതോ അങ്ങനെയുള്ള ഒരു തിരക്കൊന്നും അവർ പറഞ്ഞു. വീഡിയോ കാണേണ്ടത് മാത്രമല്ല, ഞാൻ കുറേ ലൈവിലും പറഞ്ഞു എല്ലാം പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നോക്കട്ടെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമല്ല, നമ്മളിപ്പോൾ 10 ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താൽ നമുക്ക് 10 വ്യൂസ് കിട്ടിയാൽ 10 അതേപോലെ ചെയ്യാൻ വേണ്ടി എല്ലാവരും പരസ്പരം നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് പിന്നെ പരസ്പരം മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യണം. അതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ രാവിലെ രാത്രി ആയാലും ശരി ഏത് സമയത്തായാലും നമ്മൾ കമൻറ്റ് ഇട്ടാൽ അവരെ കമൻറ്റ് ബോക്സിൽ അപ്പോൾ നമ്മൾ പോയിട്ട് വിടും. ആ കമൻറ്റ് ബോക്സിൽ നമ്മൾ പോയിട്ട് കമൻറ്റ് ബോക്സിൽ തൊട്ടിട്ട് നമ്മൾ പോയിട്ട് അവരെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് ഇത് 3 4 അവരൊക്കെ ചെയ്യുക. ഒരു 2 3 ഒന്നും തേച്ചും കയ്യിൽ ഒരു ലോങ് വീഡിയോ കാണും, ഒരു 2 3 ഷോർട്സും വേണ്ട. ഷോർട്സിനകത്തുള്ള സമയം വിടും, മറ്റേ ഒരു ലോങ്ങിൻ്റെ സമയം പാടില്ല. അതെല്ലാം ഒന്നിച്ച് കാണാൻ കഴിയും. അങ്ങനെ കണ്ടിട്ടാകുമ്പോൾ അവരിങ്ങോട്ട് നമുക്ക് 2 3 4 വീഡിയോ നമുക്കും കാണാൻ വരും. അങ്ങനെയാണ് ഞാൻ ഈ സബ്ബും ഈ വാച്ച് ഓവറും ആക്കിയിട്ട് ഞാൻ മോട്ടിവേഷനായ ശേഷം ഞാൻ ദിവസം ഓരോരു വീഡിയോ ഇടാൻ തുടങ്ങി. ഒരു ദിവസമേ അതിന് ഓരോരോ വീഡിയോ ഇടും, ഒരു ലോങ്ങും ഒരു ഷോർട്ടും ഇടും. അങ്ങനെ ഇട്ടിട്ടാണ് ഞാനിപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഷോർട്സ് വേറെ ഇടാൻ പറ്റാണ്ടായ ശേഷം എനിക്ക് പിന്നെ ഞാൻ എന്താ പറയുക റിൽസിൽ കൂടി നമ്മൾ എടുത്തിട്ട് നമ്മുടെ പഴയ വീഡിയോൻ്റെ റിൽസ് എടുത്തിട്ട് വീഡിയോ ആക്കിയിട്ടാണ് ഞാനിപ്പോൾ ഷോർട്സ് ആക്കിയിട്ടിട്ട് ഇവർക്ക് പിന്നെ ഷോർട്സ് വീഡിയോ ആക്കിയിട്ടിട്ട് പിന്നെ ഞാനിപ്പോൾ ഷോർട്സ് എടുക്കുന്നത്. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇടുന്നില്ല, നമ്മുടെ പൈസ തീരെ കയറുന്നില്ല. അവിടെ വെച്ചാൽ പൈസ നമുക്ക് കയറുന്നത് നല്ല ലോങ് വീഡിയോ തന്നെ ഇടണം, എന്നാലും മാത്രമേ നമുക്ക് പൈസ ലോങ് വീഡിയോൻ്റെ വ്യൂസിന് മാത്രമേ നമുക്ക് പൈസ കിട്ടുക. മറ്റേതിന് ചെറിയ പൈസയേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ $1 ഒരു ദിവസം കയറാൻ കിട്ടിയെങ്കിൽ പിന്നെയും കുറച്ച് വില. ഇതൊന്നും കയറുന്നില്ല, ഇപ്പോൾ തീരെയില്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ട ചില എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റാതെ കൊണ്ടാണ് ഞാനിങ്ങനെ ആക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെന്താ വേണ്ട വെച്ചാൽ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ഉള്ള പുതുക്കക്കാർക്ക് തേച്ച് ഒരു ഉപകാരപ്രദമാകും. പുതുക്കക്കാർ മുഴുവൻ ആളുകൾ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിൻ്റെ ഗുണമുണ്ടാകും, നിങ്ങൾക്കും അതിൻ്റെ ആൾക്കാരെ എല്ലാം കിട്ടി മോണിറ്റേഷൻ ആയവരാണെങ്കിൽ അവർക്ക് ചാനലിൽ കൂടി വേഗം പൈസ പിന്നെ മോണി കിട്ടാനും പൈസ കിട്ടാനും എല്ലാം നമുക്ക് പിന്നെ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണും, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കിയിട്ട് എല്ലാവരും സഹകരിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ കാണണം. നമ്മൾ വെറും ഓരോരാൾ കഴിക്കുന്ന വെറും സബ്ബ് മാത്രം കിട്ടിയാൽ മതി. ആ സബ്ബ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം ആയി എന്ന് വിചാരം. ഓരോരുത്തർക്ക് വീഡിയോ കാണേണ്ട ഇല്ല, വീഡിയോ കാണാണ്ട് സബ്ബ് മാത്രം ചെയ്തിട്ടാകുമ്പോൾ അവർ ഒരു സബ്ബ് തരും ചോദിക്കും. പക്ഷേ സബ്ബ് മാത്രം ചെയ്താൽ പോരാ, നമുക്ക് വീഡിയോ കാണണം, വീഡിയോ കണ്ടിട്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് അവർ തിരിച്ചു വന്നാൽ നമുക്കൊരു ഉപകാരമുള്ളൂ. ഇത് നമ്മൾ കണ്ടീഷനായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും നമുക്ക് ഒരു വരുമാനം കിട്ടുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ എല്ലാവരും ഇതേപോലെ ചെയ്യണം, സഹകരിക്കുക. എല്ലാവരും പരസ്പരം സഹകരിച്ചിട്ട് പരസ്പരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എങ്ങനെയായാലും തോറ്റു പിന്മണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടതിന് മാത്രം നല്ല വീഡിയോ ആണെങ്കിൽ എനിക്ക് ഫെബ്രുവരി മാസമാണ് എനിക്ക്
പിന്നെ നല്ലൊരു ഇത് കിട്ടിയത് ഫെബ്രുവരിയിൽ. ആ സമയത്ത് എന്ന് വെച്ചാൽ പച്ചക്കറി കൃഷിക്ക് രോഗത്തിൻ്റെ കീടനാശിനി ഉണ്ടാക്കുന്നതിലാണ് എനിക്ക് കൂടുതൽ ആൾ കിട്ടുന്നത്. എന്താ വെച്ചാൽ കൂടുതൽ ആൾ കാണുന്നത് അന്നേരം. ആ സമയത്ത് എല്ലാവരും പച്ചക്കറി കൃഷി നേരിടുന്ന സമയമാണ്. അന്നേരം ഈ പച്ചക്കറി കൃഷിയൊക്കെ ഉരുട് വന്നിട്ടും മുരടിപ്പ് വന്നിട്ടും മഞ്ഞ വന്നിട്ടും പിന്നെ നശിച്ചു പോയിട്ട് പ്രാണികളെ കൊണ്ടുപോയി നശിച്ചു പോകുന്നത് കൊണ്ടെന്ന് വെച്ചാൽ ഇത് നമ്മൾ പിന്നെ അന്നേരമാണ് ആ സമയത്ത് ഒരു മരുന്നിൻ്റെ ആവശ്യം വരുന്നതാണ്. ഒരു മരുന്നിൻ്റെ വീഡിയോ ഇട്ടാൽ പെട്ടെന്ന് ആൾ വരുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഇത്രയും എനിക്ക് ഉപയോഗം. പിന്നെ ഫെബ്രുവരിയിലാണ് ഒരു നല്ലൊരു പൈസ കിട്ടിയതാണ്. എനിക്ക് ഉപയോഗം മാർച്ചിൽ എനിക്ക് സാലറി കിട്ടാൻ തുടങ്ങിയത്, നമുക്ക് പൈസ കിട്ടിയത്. അതിനുശേഷം എനിക്കിപ്പം പൈസ ഈ മാസം 2-3 മാസം മാർച്ച് ഏപ്രിൽ മെയ്യും ആയില്ല. ഈ മാസം കിട്ടാനുള്ള ചാൻസ് ആയില്ല. $100 കിട്ടിയാലേ നമുക്ക് പൈസ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടെന്നാ പറയുന്നത് എല്ലാവരും വീഡിയോ കാണണമെന്ന് ഞാൻ പറയുന്നത്. ഇപ്പം എനിക്ക് ലോങ് വീഡിയോ ഇട്ടാലും ഒരു 200, 300, 400 അതിനപ്പുറം പോകുന്നില്ല. എത്ര വീഡിയോ ഇട്ടാലും അതിനപ്പുറം നമുക്ക് പോകുന്നില്ല. എന്താ വെച്ചാൽ ഇപ്പം പച്ചക്കറീൻ്റെ സീസൺ അല്ലാതുകൊണ്ട് മരുന്നിൻ്റെ ആവശ്യം വരുന്നില്ല അവർക്ക്. അതുകൊണ്ട് ആവശ്യം വരുന്നെങ്കിൽ അവർ കാണുന്നില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ വരാൻ കാരണം. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് സഹകരിക്കുക പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക. സബ് ചെയ്താൽ മാത്രം വരെ സബ്ബുമ്പിൽ നിങ്ങൾ ഒതുക്കാതെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ ഗുണമുള്ളൂ. അത് പരസ്പരം നിങ്ങൾ കാണണം. ഒരാൾ വന്നിട്ട് ഇന്ന് കൃത്യമായിട്ട് കണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരും തിരിച്ചു വരുള്ളൂ. ആ തിരിച്ചു വന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ഉപകാരമുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കാണണം. അവരുടെ പിന്നെ വീഡിയോ കാണുന്നവർ ഫുള്ളായിട്ട് ലോങ് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമുക്കത് ഒരു ഉപകാരം ഉണ്ടാവില്ല. അവർ പരസ്പരം ചെയ്താൽ അത് നിങ്ങൾ പ്രത്യേകിച്ച് തന്നെ കാണണം. എനിക്കത്രേ പറയാനുള്ളൂ. എനിക്ക് വേറൊന്നും എനിക്ക് പറയാനില്ല. ഇത് നിങ്ങളോടൊന്ന് പറയണമെന്ന് ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു. അവിടെ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യുന്നവരെന്ന് വെച്ചാൽ ഈ സബ്ബിന് മാത്രമാണ് എല്ലാവരും വന്ന് പറയുന്നത്. അവരോട് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു. എന്നിട്ടും നമ്മൾ സബ്ബ് കൊടുത്താലും അവർ തിരിച്ചു വരുന്ന കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോ കണ്ടിട്ട് അവർ വരണ്ടേ, അത് വന്നിട്ട് കാണില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ഇത് അവർക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദം. പുതിയ യൂട്യൂബർക്ക് ഇപ്പം പുതുതായിട്ട് വരുന്ന യൂട്യൂബർക്കെല്ലാം ഇത് ഉപകാരപ്രദമാവും. അവർക്ക് വേഗം പെട്ടെന്ന് മേലോട്ട് പോകാനുള്ള ഒരു വഴിതെളിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിങ്ങനെ ഈ ഒരു വീഡിയോ ഇടാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ഞാനൊക്കെ ഇങ്ങനെയാണ് ഇത്രയും ആൾക്കാർ കിട്ടിയത്. പിന്നെ ഇങ്ങനെ എല്ലാവരുടെ നമ്മളിപ്പോൾ ഒരു സബ് ചെയ്യും, അവർ സപ്പോർട്ട് ചെയ്യും, അവരോടുള്ള ആ ഒരു സമീപനം അവർക്കത് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് എല്ലാവരും സബ് ചെയ്യുന്നതും പിന്നെ എൻ്റെ വീഡിയോ കാണുകയെല്ലാം ചെയ്യുന്നത്. പിന്നെ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഷോർട്ടിന് മാത്രമാണ് എല്ലാവരും. ഷോർട്ടിന് ഒരുപാട് കിട്ടും. ഷോർട്ട് കിട്ടിയാൽ ഒരു പൈസയൊന്നും ഉണ്ടാവില്ല. ഷോർട്ടിന് ചെറിയ ഒരു 1000 പിന്നെ വ്യൂസിന് ഒരു 6 പൈസ മറ്റേ ഉണ്ടാവില്ല. 6 പൈസ. അന്നേരം പിന്നെ നമ്മൾ ഷോർട്ടിന് വെച്ചാൽ പിന്നെ അങ്ങനെ കിട്ടും. ഈ റീൽസിലെ കൂടി വരുന്ന ഷോർട്ടിന് എന്ന് പറയുമ്പോൾ 15 സെക്കൻഡേ ഉണ്ടാവില്ല. ആ 15 സെക്കൻഡ് ഉണ്ടായാൽ വാച്ച് ഓവറും കിട്ടൂലല്ലോ. അതുകൊണ്ട് പിന്നെ ഈ ഷോർട്സ് പിന്നെ വെറുതെ നമ്മൾ ഇടുന്ന വെച്ചാൽ സബ് കിട്ടാൻ വേണ്ടി ഈ ഷോർട്സ് ഇടുന്നത്. മറ്റ് പൈസ ആയാലും ഇങ്ങനെ കിട്ടില്ല. നമ്മൾ ലോങ് ഇട്ടാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ലോങ്ങും ഷോർട്സും ഒന്നുമില്ലെങ്കിൽ നമുക്ക് ദിവസം ഒരു ലോങ് വെച്ചിട്ടും ഇടാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുള്ളൂ. ദിവസം വരുമാനം കിട്ടണമെങ്കിൽ ലോങ് വീഡിയോ കൂടി ഇടണം. ലോങ് വീഡിയോ ഇട്ടാൽ പോരാ, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണണം. എന്നാൽ മാത്രമേ നമുക്കൊരു പൈസ കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും 6 മാസം കൊണ്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയും. അത്രയും എനിക്ക് പറയാൻ കഴിയും. നല്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, നമ്മൾ ഏത് വീഡിയോ ആണ് ഇടുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ നോക്കിയിട്ട് നമ്മൾ ഇടണം. അവർക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ നോക്കിയിട്ട് അവരിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലൊരു കണ്ടൻറ്റ് നോക്കി തിരിഞ്ഞിട്ട് കണ്ടൻറ്റിന് മാത്രം നോക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എനിക്കിപ്പോൾ പറ്റാതെ കൊണ്ടായില്ല. ഞാൻ നല്ല കണ്ടൻറ്റെല്ലാം ഇടാനെല്ലാം എനിക്ക് പക്ഷേ നടക്കാനും പറ്റാതെ കൊണ്ടാണ് ഞാനിങ്ങനെ പിന്നെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇടാൻ പറ്റാത്തത്. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാമെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും സഹകരിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. എല്ലാവരും ഒത്തൊരുമയിൽ ഇപ്പം വരുന്ന ന്യൂ യൂട്യൂബർക്കാണ് ഇത് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ഇത്. ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും 6 മാസം കൊണ്ട് 30K ആവാൻ പറ്റിയത്. ഇല്ലെങ്കിൽ എനിക്ക് പറ്റൂലായിരുന്നു. ഞാൻ ഒന്നുമില്ല, എനിക്ക് ആരെങ്കിലും വരുന്നവർ ഇട്ടോട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ആരും കൊടുത്തരില്ല. ഒരു വ്യൂസോ ഒരു സബ്ബോ ഒന്നും ഒരാളും കൊടുത്തരില്ല. നമ്മളെല്ലാവരുടെ അടുത്തും പരസ്പരം പോകുകയും പരസ്പരം അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് എല്ലാവരും ഇത്രയധികം തന്നത്. അതുകൊണ്ട് എല്ലാം നമ്മളെ പിന്നെ ഈ പുതിയ യൂട്യൂബർമാർ ഇത് അറിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഉപകാരപ്രദമായ വീഡിയോ ഇത്. അതുകൊണ്ട് എല്ലാവരും കണ്ട് മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്യുക. അത്രയും എനിക്ക് പറയില്ല. ഇന്ന് ഞാൻ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും.